എല്ലാവരും വന്ന് കൈയടിച്ചാണ് എന്നെ ഈ തിരുശീലയിൽ കണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാവുന്നത് ഈ തിരുശീലയിൽ കൂടിയാണ്. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ കഥാകൃത്തുക്കള്, എൻ്റെ സംവിധായകർ, എൻ്റെ നിർമ്മാതാക്കൾ, ഇവരോടൊക്കെ ഈ 150ാമത്തെ ചിത്രം വരെ എത്തിച്ചതിന്, എന്നെ എപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് നിങ്ങളോടൊപ്പം സിനിമ കാണാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തിനോടും ഞാനൊരു നന്ദി പറയുകയാണ്. കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയേറെയും കടപ്പാടാണ് എനിക്ക് ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. ഇവിടെ വരാത്ത ആളുകൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അവരോടെല്ലാം ഞാൻ അത്രയും നേരിട്ട് പറയണം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഈ 150ാമത്തെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ സിനിമ വിജയിപ്പിക്കണം. ഈ സിനിമ വിജയിച്ചേ പറ്റുള്ളൂ. ഈ സിനിമ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ച് തീരുമാനമെടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റിൻ്റെ ഒരു സിനിമ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സിനിമ കണ്ട് ദിലീപ് എന്ന കലാകാരനോടുള്ള ഇഷ്ടം കാണിച്ച കുറെ ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. ലിസ്റ്റിനാണെങ്കിലും, ബിന്ദു ആണെങ്കിലും, ഷാരിസ് ആണെങ്കിലും അവരവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവർക്ക് എന്നെ വെച്ച് എന്താ പറയുന്നത്, അത് എന്നെ വെച്ച് എനിക്ക് ഒരു കച്ചവടവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ലിസ്റ്റിൽ വന്ന് സിനിമ എന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആലോചിച്ചിട്ടാണോ സിനിമ ചെയ്യുന്നത്? എനിക്കിപ്പോൾ എന്നെ വെച്ച് സിനിമ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവരെയും വെച്ച് സിനിമ എന്നാണ് ലിസ്റ്റ്. കാരണം ഞാൻ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഫൈറ്റ് നടത്തി ഇങ്ങനെ ഓരോ വിഷയത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനിടെ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ ഈ നടൻ ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എല്ലാവരോടും എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം നിങ്ങളുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ശക്തിയാണ്. എന്നെപ്പോലെ ഒരു കലാകാരൻ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ നോർമലായിരിക്കുന്നു? ഞാൻ നോർമലായിരിക്കണം നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, നിങ്ങളുടെ കൈയടി കൊണ്ടാണ്. കാരണം ഞാനൊരു എന്താ പറയുന്നത്, ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, സുനാമിയാണോ മറ്റാണോ എന്താണെന്ന് അറിഞ്ഞൂടെ, അങ്ങനൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുള്ളപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ എൻഡിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ കുഴപ്പത്തിലേക്ക് വലിയ സന്തോഷം. നമ്മൾ മലയാള സിനിമയിൽ